വൂജിൻ ക്യാപ്റ്റൻ ജുങ്ങിനെ നാളെ മീറ്റ് ചെയ്യുന്ന കാര്യം ആ ഒരു ബെഡാ തലവന്റെ അടുത്ത് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ തലവൻ പറയും, നീ അവനോട് എങ്ങനെയാണോ പെരുമാറിയിരുന്നത് അതന്നെ നീ കണ്ടിന്യൂ ചെയ്തോ. പക്ഷെ എന്തൊക്കെ തന്നെയായാലും അവനൊരു പോലീസുകാരനാണ്, അതുകൊണ്ട് എപ്പോഴും അവന്റെ മേലൊരു കണ്ണ് വേണമെന്ന് പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം ക്യാപ്റ്റൻ ജുങ്ങും അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഹഷിമോട്ടോയും കൂടെ ഒരുമിച്ചാണ് ഷാങ്കായ്ക്ക് എത്തുന്നത്. സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവര് രണ്ടുപേരും ഒറ്റയ്ക്കൊറ്റയ്ക്കായിട്ട് പോവാണ്. ക്യാപ്റ്റൻ വിചാരിച്ച പോലെ തന്നെ നമ്മുടെ നായകൻ ചെറുക്കൻ അയാളെ കൊണ്ടുപോകാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അവൻ ക്യാപ്റ്റനെയും കൂട്ടിയിട്ട് അവന്റെ കാറിൽ പോവാണ്. ഹഷിമോട്ടോയ്ക്ക് അയാളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ക്യാപ്റ്റനെ ഫോളോ ചെയ്യാനായിട്ട് ഒരാളെ നിയമിച്ചായിരുന്നല്ലോ, അയാളെ അവരുടെ പുറകെ പറഞ്ഞുവിടാണ്. ഇപ്പൊ നമ്മുടെ നായകൻ വണ്ടിയിലിരുന്ന് പോകുന്ന വഴി മുഴുവൻ അവന്റെ ബിസിനസിനെ കുറിച്ച് ക്യാപ്റ്റനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഹഷിമോട്ടോ ഷാങ്കായില് അവന് പരിചയമുള്ള ഒരാളെയും കൂട്ടിയിട്ട് കൊറിയക്കാര് വലിയ തോതിൽ എവിടെന്നെങ്കിലും ഗൺ പൗഡർ വാങ്ങണ്ടോന്ന് അവൻ എല്ലായിടത്തും അന്വേഷിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ നായകൻ ടീമും ഷാങ്കായില് അവരുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഘട്ടത്തില് ഈ ഒരു ഹഷിമോട്ടോ നമ്മുടെ നായികനെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ നായികയാണെങ്കിൽ അയാളുടെ കണ്ണു വെട്ടിച്ച് അവിടുന്ന് പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നായകൻ ക്യാപ്റ്റനെ അവിടെയുള്ള ഒരു ഹോട്ടലിൽ ഇറക്കിയിട്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇവിടെ താമസിക്കി, നാളെ രാവിലെ നമുക്കൊരു പ്രധാനപ്പെട്ട ആളെ കാണണമെന്ന് പറയാണ്. അങ്ങനെ അവരവിടുന്ന് പിരിഞ്ഞു പോവാണ്. ഇന്നേരം ഹഷിമോട്ടോ അയച്ച ആ ഒരു സ്പൈ അയാള് അവരെ ഫോളോ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് ഒരു ട്വിസ്റ്റ്, നമ്മുടെ നായകന് ഇയാള് ഫോളോ ചെയ്യുന്ന കാര്യം അറിയാം, അതുകൊണ്ട് നമ്മുടെ ചെറുക്കൻ സ്പോട്ടിൽ തന്നെ അയാളെ കൊന്നുകളയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ നായകൻ ക്യാപ്റ്റനെയും കൂട്ടിയിട്ട് ആ ഒരു പ്രധാനപ്പെട്ട ആളെ കാണാനായിട്ട് പോവാണ്. അത് വേറെ ആരോല്ല, അത് അവരുടെ തലവനാണ്. ക്യാപ്റ്റൻ ആണെങ്കിൽ ഒരു പോലീസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ആൾക്കാർക്ക് ഇയാളെ വിശ്വാസമില്ല. അവരെല്ലാരും ഇയാളെ ദേഷ്യത്തോടു കൂടിയാണ് നോക്കണത്. അന്ന് രാത്രി കൊറിയക്കാരുടെ തലവനും നമ്മുടെ ക്യാപ്റ്റനും തനിയേരുന്ന് സംസാരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കൊറിയക്കാരുടെ തലവൻ ക്യാപ്റ്റനോട് പറയാണ്, എനിക്കറിയാം നീ ആരാണെന്ന്. ശരിക്കും നമ്മുടെ ഈ ഒരു ക്യാപ്റ്റൻ കൊറിയക്കാരനാണ്. അയാൾ ജപ്പാൻ പോലീസിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ, പണ്ട് ഇന്ത്യക്കാര് ബ്രിട്ടീഷ് പോലീസിൽ ഉണ്ടായിരുന്ന പോലെ. അങ്ങനെ ഈ ഒരു തലവൻ ആ ഒരു ക്യാപ്റ്റനോട് പറയാണ്, നീ ശരിക്കും ഒരു നല്ലവനാണ്, പക്ഷെ നീ ഏത് പക്ഷത്ത് നിൽക്കണമെന്നുള്ളത് നിന്റെ തീരുമാനമാണ്, ഏതാണ് ശരിയെന്ന് നീ തന്നെ തീരുമാനിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോവാണ്. അന്ന് രാത്രി തന്നെ നമ്മുടെ നായകനും ക്യാപ്റ്റനെ കണ്ട് ഒരു വിവരം പറയാണ്, നാളെ ഞങ്ങള് കുറച്ച് ശില്പങ്ങൾ വിൽക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്, ഞങ്ങളെ സഹായിച്ചില്ലെങ്കിലും ദയവ് ചെയ്ത് ഞങ്ങളെ കാണിച്ചു കൊടുക്കരുതെന്ന് അയാളോട് അവൻ പറയാണ്. പിറ്റേ ദിവസം ഈ ഒരു ക്യാപ്റ്റൻ നേരെ ഹഷിമോട്ടോനെ കാണാൻ പോയിട്ട് അയാളോട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. അതായത് ക്യാപ്റ്റൻ അവരുടെ തലവനെ കണ്ടു, അയാളും വൂജിനും ചേർന്നാണ് ആ ഒരു ഫാക്ടറി നടത്തുന്നതെന്നെല്ലാം. മാത്രമല്ല അവരിന്ന് ടോക്കിയോക്ക് പോവാണ്, അവരുടെ കയ്യിലുള്ള ഫേക്ക് ആയിട്ടുള്ള ആ ഒരു ശില്പങ്ങളെല്ലാം വിൽക്കാനായിട്ട്. ഇപ്പോ ഹഷിമോട്ടോയ്ക്ക് ഇയാളത്രയ്ക്ക് വിശ്വാസമില്ല, ഇയാളൊരു ഡബിൾ ഗെയിം കളിക്കുന്നതാണോന്ന് ഹഷിമോട്ടോയ്ക്ക് നല്ല സംശയമുണ്ട്. ഇയാളുടെ ഈ സംശയം കണ്ടിട്ട് ക്യാപ്റ്റൻ പറയും, ശരി നീ എന്നെ വിശ്വസിക്കണ്ട, നീ തന്നെ അവരുടെ സ്ഥലത്ത് പോയിട്ട് വേണേ നോക്കിക്കോ, അവരവിടെ കാണില്ല. അങ്ങനെ ഹഷിമോട്ടോ അവരുടെ സ്ഥലത്ത് പോയി നോക്കുമ്പോ ഇയാൾ പറഞ്ഞ പോലെ തന്നെ അവരവിടെ ഉണ്ടാവില്ല. ഇതേ സമയം നമ്മുടെ നായകനും ടീമിനും അവർക്ക് ആവശ്യമുള്ള അത്രയും ബോംബും വെടിമരുന്നും വെപ്പണും എല്ലാം കിട്ടിക്കഴിഞ്ഞു. പക്ഷെ ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇത് അവർക്ക് സിയോളിൽ എത്തിച്ച് അവിടെയാണ് ഇവർക്ക് ഇത് പൊട്ടിക്കേണ്ടത്. അത് നിസ്സാര കാര്യമല്ല. അങ്ങനെ നമ്മുടെ നായകനായിട്ടുള്ള വൂജിൻ അതിനുള്ള പ്ലാൻ ഉണ്ടാക്കിയാണ്. ആദ്യം നായകനും അവന്റെ കൂടെ ഒരാളും ഒരു ട്രക്കില് ആ വെടിമരുന്ന് മുഴുവൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കുന്നു, അത് മുഴുവൻ ട്രെയിനിൽ കയറ്റുന്നു. ബാക്കി 4 പേരും ട്രെയിനിൽ ഓരോ കമ്പാർട്ട്മെന്റിലായിട്ട് തനിച്ചാണ് കയറേണ്ടത്. ട്രെയിനിൽ കയറി കഴിഞ്ഞാൽ ഇവരാരും തമ്മിൽ ഒരു കോണ്ടാക്റ്റും പാടില്ല. അഥവാ പ്ലാനിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ തന്നെ വൂജിൻ ഓരോ കമ്പാർട്ട്മെന്റിൽ വന്ന് ഓരോരുത്തരെ മീറ്റ് ചെയ്ത് പറയുന്നതാണ്. ഇതേ സമയം ഹഷിമോട്ടോ ആണെങ്കിൽ വൂജിന്റെ ആ ഒരു ഫാക്ടറിയിലെല്ലാം വന്ന് നോക്കുന്നുണ്ട്. ഇപ്പൊ ക്യാപ്റ്റൻ ആണെങ്കിൽ ഹഷിമോട്ടോനോട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ല അല്ലേ, ഇന്നേരം അവർ ഓൾറെഡി ടോക്കിയോയിൽ എത്തിയിട്ടുണ്ടാവുന്നു. ഇപ്പൊ ഹഷിമോട്ടോക്ക് നേരത്തെ ഷാങ്കായിലുള്ള അയാളുടെ ആ ഒരു അസിസ്റ്റന്റ് ഉണ്ടല്ലോ, പുള്ളി വന്നിട്ട് അവർക്കൊരു ഇൻഫോർമേഷൻ കൊടുക്കാണ്, വൂജിനും ടീമിനും ഓൾറെഡി വെടിമരുന്ന് കിട്ടിക്കഴിഞ്ഞു, ഇപ്പൊ അവര് അതായിട്ട് സിയോളിലേക്ക് കടക്കാനായിട്ട് പ്ലാൻ ചെയ്യാണെന്ന്. അവര് മൊത്തം 6 പേരാണ് സിയോളിലേക്ക് പോണത്. മാത്രമല്ല അവരുടെ ആ ഒരു തലവൻ അയാള് അവരുടെ കൂടെ ഉണ്ടാവില്ല, അയാള് മാത്രം തനിച്ച് മറ്റൊരു വഴിയാണ് പോണത്. ഇത് കേൾക്കുമ്പോ ക്യാപ്റ്റൻ, എന്നാൽ നമുക്ക് ഉടനെ ആ തലവനെ പിടിക്കാനായിട്ട് പോവാന്ന് പറയുമ്പോ ഈ ഒരു ഹഷിമോട്ടോ, അത് വേണ്ട, അങ്ങനെ ചെയ്താല് ഇവരാ ഒരു വെടിമരുന്നായിട്ട് സിയോളിലേക്ക് ചെന്നിട്ട് അവരതവിടെ പൊട്ടിക്കേ ഉണ്ടാവുള്ളൂ. നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അവര് സിയോളിലേക്ക് ട്രെയിനിൽ കയറുമ്പോ അതിനൊപ്പം നമ്മളും കയറി അവരെ പിടിക്കണം. സത്യത്തിൽ നമ്മുടെ ക്യാപ്റ്റൻ അവരെ സഹായിക്കാൻ നോക്കിയതാണ്, പക്ഷേ ഈ ഒരു ഹഷിമോട്ടോ ആണെങ്കിൽ നമ്മുടെ ക്യാപ്റ്റന്റെ വാക്കിന് ഒരു വിലയും കൊടുക്കുന്നില്ല. ഇന്നേരം നമ്മുടെ ക്യാപ്റ്റൻ ഹഷിമോട്ടോന്റെ ആ ഒരു അസിസ്റ്റന്റിനോട് നിനക്കെങ്ങനെ ഈ വിവരം കിട്ടിയെന്ന് ചോദിക്കുകയാണ്. അന്നേരം അയാൾ പറയുന്നുണ്ട്, അവരുടെ കൂട്ടത്തില് അതായത് ആ ഒരു 6 ആളില് നമ്മുടെ ഒരു സ്പൈ ഉണ്ട്, അയാളാണ് ഇയാൾക്ക് ഈ വിവരം കൊടുത്തതെന്ന് പറയാണ്. അങ്ങനെ ഇവിടെ നമ്മുടെ നായകനും ടീമും അവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ട്രെയിനിൽ കയറാണ്. നമ്മുടെ നായകനായിട്ടുള്ള വൂജിന്റെ കയ്യിൽ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു ബാഗ് ഉണ്ട്, അതിലൊരു ബോംബാണ്. അങ്ങനെ നമ്മുടെ വൂജിൻ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത പോലെ തന്നെ പോകുന്നു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഈ ഒരു ഹഷിമോട്ടോയും നമ്മുടെ ക്യാപ്റ്റനും ആ ഒരു ട്രെയിനിൽ കയറാണ്. ഇപ്പൊ ഹഷിമോട്ടോ ക്യാപ്റ്റനോട്, ഞാൻ ഈ സൈഡിൽ പോയി നോക്കാം, നീ ആ സൈഡിൽ പോയി നോക്ക്, എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിയാൽ സീക്രട്ട് ആയിട്ട് വന്ന് അറിയിക്കുകയെന്ന് പറയാണ്. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ തനിച്ച് നമ്മുടെ വൂജിനെ പോയിട്ട് കാണാണ്. അവൻ ഒറ്റയ്ക്ക് വിളിച്ച് നിർത്തിയിട്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്പൈ ഉണ്ട്, അവൻ ആദ്യം കണ്ടുപിടിക്കുന്നു പറയാണ്. അങ്ങനെ നമ്മുടെ ക്യാപ്റ്റൻ അവനെ കൊണ്ടാവുന്ന സഹായം നമ്മുടെ നായകന് ചെയ്തു
കൊടുക്കുന്നുണ്ട്. വൂജിനും അതിനനുസരിച്ച് പ്ലാൻ മാറ്റാണ്. അവൻ തനിയെ ഓരോ കമ്പാർട്ട്മെന്റിൽ പോയി ഓരോരുത്തരായിട്ട് കാണാണ് ഈ സ്പൈ ആരെന്ന് കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ വൂജിന് ഒരു ഐഡിയ തോന്നിയിട്ട് അവന്റെ കൂടെയുള്ള ഓരോ ആൾക്കാരോടും വേറെ വേറെ സ്ഥലങ്ങളിലും മീറ്റ് ചെയ്യാന്ന് പറയാണ്. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ ആ ഒരു സ്പൈ ആരാന്ന് വെച്ചാല് തീർച്ചയായിട്ടും അയാൾ ഹഷിമോട്ടോയ്ക്ക് പാസ് ചെയ്യും. അങ്ങനെ അത് നമ്മുടെ പയ്യന് അറിയാനും പറ്റും. അങ്ങനെ നമ്മുടെ ആള് വിചാരിച്ച പോലെ തന്നെ ആ ഒരു ഇൻഫർമേഷൻ ഹഷിമോട്ടോ ആ ഒരു സ്പൈ വഴിയായിട്ട് അറിയാണ്. അയാള് ഇത് നേരെ നമ്മുടെ ക്യാപ്റ്റനോട് കൂടിയുള്ള പോലീസുകാരനോടും വന്ന് പറയാണ്. ഇപ്പൊ ഇവരുടെ പ്ലാൻ എന്താന്ന് വെച്ചാല് ഹഷിമോട്ടോ ഓൾറെഡി സിയോൾ പോലീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഈ ട്രെയിൻ അവിടെ എത്തുമ്പോൾ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനിയിപ്പോ അവിടെ നിന്നും അവര് രക്ഷപ്പെട്ടാൽ തന്നെ അവരെവിടെ കണ്ടുമുട്ടാൻ പോണേന്നുള്ള വിവരം എനിക്ക് ആ ഒരു സ്പൈ വഴിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെയൊക്കെ തന്നെ ആയാലും പോലീസിന്റെ പിടിയിൽ അവർ പേടന ചെയ്യും. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റനും എനിക്കിപ്പോ ആശ്വാസമായി, ഞാൻ പോയിട്ട് ഒരു ഡ്രിങ്ക്സ് കഴിച്ചിട്ട് വരാം, നീ വരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇന്നേരം ഹഷിമോട്ടോയും ഇല്ല ഞാനില്ല നിങ്ങൾ പൊയ്ക്കോന്ന് പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ നേരെ വൂജിന്റെ അടുത്ത് ഈ വിവരം പറയാനാണ് പോണത്. വൂജിനെ ഡൈനിങ് ഹാളിലേക്ക് വിളിച്ചിട്ട് ക്യാപ്റ്റൻ ഈ വിവരം അവനോട് പറയാണ്. ക്യാപ്റ്റൻ പറഞ്ഞ ആ ഒരു സ്ഥലത്തിന്റെ പേര് അത് കേൾക്കുമ്പോൾ വൂജിന് മനസ്സിലാവാണ് ആരാണ് സ്പൈ എന്ന്. കാരണം വൂജിൻ ഓൾറെഡി അവന്റെ കൂടെയുള്ള എല്ലാവരോടും വേറെ വേറെ സ്ഥലങ്ങളാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ആരോടെ പറഞ്ഞെന്ന് അവൻ ഓർക്കാണ്. അങ്ങനെ അവന് മനസ്സിലാവാണ് അയാളാണ് സ്പൈ എന്ന്. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ നീ ആ സ്പൈ ആരാന്ന് വെച്ചാല് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന പറയുന്ന നേരം ഹഷിമോട്ടോ സർപ്രൈസ് ആയിട്ട് ആ ഒരു ഡൈനിങ് ഹാളിലേക്ക് കയറി വരാണ്. നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. അവര് രണ്ടാളും ഇപ്പൊ എന്താ ചെയ്യാന്ന് വിചാരിച്ച് സ്തംഭിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഹഷിമോട്ടോ അവരുടെ രണ്ടുപേരും നടുവിൽ വന്നിരുന്നിട്ട് വൂജിനോട് അവന്റെ ഐഡി കാണിക്കാനായിട്ട് പറയാണ്. പുള്ളി അവന്റെ ഫേസ് കാണുമ്പോ തന്നെ അത് വൂജിൻ ആണെന്ന് മനസ്സിലാക്കാണ്. ഇപ്പൊ പുള്ളിക്കാരൻ ക്യാപ്റ്റനോട് പറയുന്നുണ്ട് എനിക്കറിയായിരുന്നോ നിങ്ങളിങ്ങനെ ഡബിൾ ഗെയിം കളിക്കുമെന്ന്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ നിങ്ങളെ വിശ്വസിക്കാതിരുന്നതെന്ന്. ഇപ്പൊ ഹഷിമോട്ടോ അവന്റെ ഗണ്ണെടുത്ത് വൂജിന്റെ തലയിൽ വെക്കാണ്. അവനെ ഷൂട്ട് ചെയ്യാൻ പോകുന്ന നേരം ക്യാപ്റ്റൻ അത് തടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ നായകൻ ഹഷിമോട്ടോന്റെ കൂടെയുള്ള എല്ലാ പോലീസുകാരും ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. ഇപ്പോ നമ്മുടെ ക്യാപ്റ്റനും ഹഷിമോട്ടോയും തമ്മിൽ വലിയൊരു ഫൈറ്റ് നടക്കാണ്. അതിന്റെ അവസാനം നമ്മുടെ ക്യാപ്റ്റൻ ഹഷിമോട്ടോനെ തീർക്കാണ്. അങ്ങനെ മെയിൻ ആയിട്ടുള്ള എതിരാളി തീർന്നു. ക്യാപ്റ്റൻ നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ ഐഡി കാർഡ് വൂജിന് കൊടുത്തിട്ട് ആ ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടാണ്. ഇപ്പൊ നമ്മുടെ നായകൻ എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് എല്ലാം ഒപ്പിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ ഇരിക്കുന്ന അവരുടെ കൂട്ടത്തിലെ ആ ഒരു സ്പൈനെ നമ്മുടെ നായകൻ കൈയോടെ പിടിക്കാണ്. അന്നേരം അയാളുടെ അഭിനയം, അയ്യോ സ്പൈയോ ആര് ഞാനോ ഒന്നും അറിഞ്ഞില്ല പാവം, അപ്പൊ തന്നെ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അങ്ങനെ നമ്മുടെ നായകനും ടീംസും ശത്രുക്കളെല്ലാം തീർത്തിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം ട്രെയിൻ സിയോൾ സ്റ്റേഷനിലേക്ക് എത്താണ്. നായകന്റെ ആൾക്കാർ വെടിമരുന്ന് വന്ന് കളക്ട് ചെയ്തിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇനിയുള്ള ഒരു ടാസ്ക് എന്താന്ന് വെച്ചാൽ പോലീസിന്റെ കണ്ണിൽ പെടാണ്ട് ഇവർ 5 പേർക്കും സേഫ് ആയിട്ട് ഈ ഒരു സ്റ്റേഷന് പുറത്തേക്ക് കിടക്കണം. പക്ഷെ നിർഭാഗ്യവശാല് ഇവരുടെ കൂട്ടത്തിലെ ആ ഒരു ഫോറിനറിനെ പോലീസ് പിടിക്കാണ്. അവൻ പിടിക്കപ്പെട്ടു എന്ന് കണ്ടതും നമ്മുടെ നായിക പിന്നിലേക്ക് വലിയാണ്. അന്നേരം അവളും പോലീസിന്റെ പിടിയിൽ പെടാണ്. പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതും അവള് ബാഗിൽ നിന്ന് ഗണ്ണെടുത്ത് ചറ പറയുന്ന ചുറ്റിൽ നിൽക്കുന്ന പോലീസുകാരെ വെടിവെക്കാണ്. ഇതേ സമയം അവരുടെ കൂട്ടത്തിലെ വേറൊരാള് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സമയം അവനെ പോലീസ് ഷൂട്ട് ചെയ്തു. നമ്മുടെ നായകൻ മാത്രം എങ്ങനെയോ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പുറത്തേക്ക് കിടക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ഗേൾ ഫ്രണ്ടിനെ പോലീസ് വളഞ്ഞിട്ട് പിടിച്ചിട്ടുണ്ടാവും. അവളെ അവരാകെ തല്ലി വശം കെടുത്താണ്. ഇത് കാണുമ്പോൾ നമ്മുടെ നായകൻ തിരിച്ചു പോവാൻ നിൽക്കുന്നുണ്ടെങ്കിലും അവന്റെ കൂടെയുള്ളവര് അവനെ പിടിച്ചുകൊണ്ട് പോവാണ്. ഇപ്പൊ അവൻ അങ്ങോട്ടേക്ക് പോയാല് ഇവന്റെയും കൂടെ ജീവൻ അപകടത്തിലാവുള്ളൂ. നമ്മുടെ ലക്ഷ്യം പൂർത്തിയാവണമെങ്കിൽ നിങ്ങൾ ജീവനോടെ ഇരിക്കേണ്ട ആവശ്യമുണ്ടെന്ന് അവര് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. അടുത്ത ദിവസം നമ്മുടെ ക്യാപ്റ്റനെ സിയോളിൽ വെച്ച് ജാപ്പനീസ് പോലീസ് ജനറൽ വിളിപ്പിക്കുകയാണ്. ക്യാപ്റ്റൻ വരുമ്പോ തന്നെ അയാള് നിനക്ക് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലെ ലോക്കപ്പിൽ പോയിട്ട് നമ്മുടെ നായികേനെ കാണിക്കുകയാണ്. അവളെ അവരാകെ ടോർച്ചർ ചെയ്ത് അവശതയാക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും വൂജിൻ എവിടെയാന്ന് അവള് വാ തുറന്നിട്ടില്ല. അവരുടെ ഒരു ഇൻഫോർമേഷനും അവള് പറഞ്ഞിട്ടില്ല. ഈ ഒരു ജാപ്പനീസ് ജനറൽ ആണെങ്കിൽ ഇനി നീ ചോദിക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ക്യാപ്റ്റനോട് ചോദ്യം ചെയ്യാനായിട്ട് പറയാണ്. ക്യാപ്റ്റനും ഒന്നും അറിയാത്ത പോലെ വൂജിൻ എവിടെയാന്ന് അവളോട് ചോദിക്കുന്നുണ്ട്. ഇന്നേരം ജാപ്പനീസ് ജനറൽ ആണെങ്കിൽ പഴുപ്പിച്ചെടുത്ത ഒരു ഇരുമ്പ് തകിടെടുത്തിട്ട് ഇത് അവളുടെ മേത്ത് വെച്ചിട്ട് ചോദിക്കുന്നു പറയാണ്. ക്യാപ്റ്റനും വേറെ നിവർത്തിയില്ലാതെ അത് അവളുടെ തൊടയിൽ വെക്കാൻ പോകുന്ന നേരം ഈ ഒരു കിളവനാണെങ്കിൽ അത് അവളുടെ മുഖത്ത് വെക്കാനായിട്ട് അവനോട് ആവശ്യപ്പെടുകയാണ്. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ അവളോട് പറയുന്നുണ്ട് മോളെ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയണത്, നീ അവൻ എവിടെയുണ്ടെന്ന് പറയുന്നു. ഇപ്പൊ ക്യാപ്റ്റനും വേറെ നിവർത്തിയില്ലാതെ ഈ ഒരു കിളവൻ കാരണം നമ്മുടെ നായികയുടെ മുഖത്ത് ആ ഒരു പഴുപ്പിച്ച ഇരുമ്പ് തകിട് വെച്ച് പൊള്ളിക്കാണ്. പക്ഷെ എന്നിട്ടും അവൾ ഒന്നും പറയില്ല. അവള് വേദന സഹിക്കാൻ പറ്റാത്ത പെടയാണ്. ഇപ്പൊ ജനറല് ക്യാപ്റ്റനെ തനിച്ച് വിളിച്ചിട്ട് ഒരു കാര്യം പറയാണ്. നീയും വൂജിനും സുഹൃത്തുക്കളാണെന്ന കാര്യം എനിക്കറിയാം. നീ തന്നെയാണ് അവനെ സഹായിച്ചേക്കുന്നതെന്നും എനിക്കറിയാം.
എനിക്കറിയാം അവരെവിടെയുള്ളതെന്ന് നിനക്ക് നന്നായിട്ട് അറിയാന്ന്. നീ പറഞ്ഞ നിന്നെ ഞാൻ വെറുതെ വിടാന്ന് പറയാണ്. ഇപ്പൊ ക്യാപ്റ്റനും എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയില്ല. വേറൊരു നിവൃത്തിയില്ലാതെ അവർ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം ക്യാപ്റ്റൻ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ അവരെല്ലാരും പോലീസ് പിടിക്കുകയാണ്. പക്ഷെ നമ്മുടെ വൂജിൻ മാത്രം അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെടുകയാണ്. അവരുടെ ആൾക്കാർ മുഴുവൻ അവർ ടോർച്ചർ ചെയ്യാണ്. പക്ഷെ എന്നിട്ടും വൂജിൻ എവിടെയുള്ളതെന്ന് അവർ പറയില്ല. ഇപ്പോ ആ ഒരു സ്ഫോടക വസ്തുക്കൾ മുഴുവനും വൂജിന്റെ കയ്യിലാണ് ഉള്ളത്. പോലീസിന്റെ കയ്യിൽ പെടാതെ അവൻ അതുമായിട്ട് എങ്ങോട്ടേക്കോ കടന്നു കളഞ്ഞു. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ വൂജിന്റെ ആ ഒരു സ്റ്റുഡിയോയിലേക്ക് പോയിട്ട് നോക്കാണ്. അന്നേരം അവിടെ നിന്ന് വൂജിന്റെ ഗേൾഫ്രണ്ടിന്റെ അന്നെടുത്ത ആ ഒരു ഫോട്ടോ അത് ഇങ്ങോർക്ക് അവിടെ നിന്ന് കിട്ടാണ്. പുള്ളി അത് നോക്കി സങ്കടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പയ്യൻ വന്നിട്ട് വൂജിന് നിങ്ങളെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു ലൊക്കേഷൻ ക്യാപ്റ്റന് കൊടുക്കാണ്. ഇപ്പൊ നമ്മുടെ വൂജിൻ കാടിന് നടുവിൽ ഒരു ഒറ്റപ്പെട്ട വീട് അവിടെയാണ് താമസിക്കുന്നത്. ക്യാപ്റ്റൻ അങ്ങനെ വൂജിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചു എന്ന് വൂജിൻ ക്യാപ്റ്റനോട് ചോദിക്കാണ്. ഇപ്പൊ നമ്മുടെ ക്യാപ്റ്റനും നീയല്ല എന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു പയ്യനെ പറഞ്ഞു വിട്ടെന്ന് ചോദിക്കുമ്പോൾ വൂജിൻ അത് അറിയ പോലുമില്ല. ഞാൻ ആരും പറഞ്ഞു വിട്ടിട്ടില്ല എന്ന് അവൻ പറയാണ്. ഇപ്പൊ ഇവര് രണ്ടുപേരും കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇന്നേരം ജപ്പാൻ പോലീസ് ഇവരെ വളഞ്ഞിട്ടുണ്ടാവും. വൂജിൻ ഇരിക്കുന്ന സ്ഥലം അവർ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ക്യാപ്റ്റനും കൂടെ അതിനൊപ്പം പിടിക്കാൻ വേണ്ടി ആ ഒരു ജപ്പാൻ പോലീസിന്റെ ജനറൽ അയാൾ ഉണ്ടാക്കിയ പ്ലാൻ ആണിത്. കാരണം നമ്മുടെ ക്യാപ്റ്റനെതിരെ തെളിവുകളൊന്നുമില്ല. അതുകൊണ്ട് ക്യാപ്റ്റനെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പോലീസുകാര് ആ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ക്യാപ്റ്റനും ഇല്ല വൂജിനും ഇല്ല. അന്നേരം പുറത്ത് വൂജിൻ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത് പോലീസ് കാണാണ്. വൂജിനെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. പക്ഷെ നമ്മുടെ ക്യാപ്റ്റൻ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. ഇപ്പൊ വൂജിനെ അവർ ടോർച്ചർ ചെയ്യാണ്. അവന്റെ കയ്യിൽ ബോംബ് എവിടെയാന്ന് അറിയാനായിട്ട്. ഇപ്പൊ വൂജിൻ എന്റെ വായിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള ഭാവത്തില് അവന്റെ നാവ് അവൻ തന്നെ കടിച്ചറുത്ത് കളയാണ്. ഇനി ഇവന്റെ വായിന്ന് ഒരു ഇൻഫോർമേഷന് കിട്ടാനായിട്ട് പോകുന്നില്ല. അടുത്ത ദിവസം നമ്മുടെ ക്യാപ്റ്റനും പിടിയിലാവേണ്. അങ്ങനെ ഇവരെല്ലാവരും കോർട്ടിൽ ഹാജരാക്കുമ്പോൾ വൂജിനും അവന്റെ കൂടെയുള്ളവരും കുറ്റക്കാരാണെന്ന് തെളിയിക്കപ്പെടുകയാണ്. പക്ഷെ നമ്മുടെ ക്യാപ്റ്റനെതിരെ യാതൊരു വിധത്തിലുള്ള തെളിവുകളുമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്യാപ്റ്റനെ മാത്രം കുറച്ചു നാളത്തേക്ക് ജയിലിൽ വെച്ചിട്ട് റിലീസ് ചെയ്യാനുള്ള ഓർഡർ ഇടുകയാണ്. ഇപ്പൊ അവരെല്ലാരും ജയിലിലാണുള്ളത്. ഒരു ദിവസം ഒരു പോലീസുകാരൻ വൂജിന്റെ അടുത്ത് വന്നിട്ട് പറയാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ പെണ്ണ് മരിച്ചു എന്ന്. അതായത് അവന്റെ ഗേൾ ഫ്രണ്ട്. അന്ന് രാവിലെ അവള് മരിച്ചു. അത്രത്തോളം അവരവളെ ടോർച്ചർ ചെയ്തിരുന്നു. നമ്മുടെ ചെറുക്കൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അവനിനി ഒന്നും ചെയ്യാനില്ല. ഇതേ സമയം ക്യാപ്റ്റൻ റിലീസ് ആവുകയാണ്. അവനൊരു സിഗരറ്റ് വലിച്ചിട്ട് പുറത്തേക്ക് നടക്കുന്ന സമയം ഒരാള് ഒരു ഉന്തുവണ്ടിയിൽ ഒരു ഡെഡ് ബോഡി കൊണ്ടുപോകുന്നുണ്ടാവും. ക്യാപ്റ്റൻ അടുത്തേക്ക് വന്ന് നോക്കുമ്പോൾ അത് വൂജിന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് അയാൾക്ക് മനസ്സിലാവുകയാണ്. പുള്ളി നിന്ന നിപ്പിൽ പൊട്ടിക്കരയാണ്. അന്നേരം പുള്ളി ഒരു തീരുമാനം എടുക്കാണ്. ഈ ജപ്പാൻകാരെ ഇവിടുന്ന് ഓടിച്ചേ മതിയാവുന്നു. ക്യാപ്റ്റൻ അവന്റെ ഭാര്യനും കൊച്ചിനും സേഫ് ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവന്റെ വീടിന്റെ ബേസ്മെന്റിൽ നിന്ന് ഒരു പെട്ടി പുറത്തെടുക്കാണ്. അത് നിറയെ ബോംബുകളാണ്. ഇതാണ് പോലീസ് അന്വേഷിച്ച് നടക്കുന്ന വൂജിൻ ഒളിപ്പിച്ചു വെച്ച ആ ഒരു ബോംബിന്റെ ശേഖരം. ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. അന്ന് വൂജിനും ക്യാപ്റ്റനും ആ ഒരു കാട്ടിൽ വെച്ച് കണ്ടുമുട്ടിയ ദിവസം പോലീസുകാര് ഇവരെ വളഞ്ഞപ്പോ വൂജിൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബോംബുകൾ അടങ്ങുന്ന പെട്ടി ക്യാപ്റ്റന് കൈമാറിയിട്ട് പോലീസിന്റെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി അവൻ സ്വയം പിടികൊടുക്കായിരുന്നു. അന്ന് അവൻ ക്യാപ്റ്റനോട് പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ജാപ്പനീസ് പോലീസിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ ജനിച്ചത് ഒരു കൊറിയക്കാരനായിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബോംബുകൾ കൊണ്ടുപോയിട്ട് ജപ്പാൻ ബേസ് തന്നെ നശിപ്പിച്ചളഞ്ഞേക്കുന്നു. പറഞ്ഞ പോലെ തന്നെ ക്യാപ്റ്റൻ ആ ഒരു ബോംബായിട്ട് ആ ഒരു ജനറലിന്റെ വീട്ടിലേക്കാണ് പോണത്. അവിടെ ഇന്ന് ജനറല് ഒരു വലിയ പാർട്ടി നടത്തുന്നുണ്ട്. ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കുന്നത് ജപ്പാന്റെ വലിയ വലിയ ഓഫീസേഴ്സും പ്രസിഡന്റുമാരൊക്കെയാണ്. ഇതന്നെയാണ് പറ്റിയ സമയം എന്ന് മനസ്സിലാക്കിയ ക്യാപ്റ്റൻ അവിടെയാണ് ഇന്ന് ബോംബ് വെക്കാൻ പോണത്. അങ്ങനെ ക്യാപ്റ്റൻ ആ ഒരു വീടിന് ചുറ്റും ബോംബ് വെച്ചിട്ട് ആ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാണ്. ഇപ്പൊ ജപ്പാന്റെ ജനറൽ എല്ലാരോടും ചിയേഴ്സ് പറഞ്ഞ് ആ ഒരു പാർട്ടി തുടങ്ങാണ്. ഇന്നേരം അയാൾക്ക് അയാളുടെ ടേബിളിൽ നിന്ന് തുടക്കത്തിൽ മരിച്ച കൊറിയയുടെ ആ ഒരു ലീഡർ ഉണ്ടല്ലോ, പുള്ളിയുടെ ആ ഒരു കേസ് ഫയൽ കിട്ടിയാണ്. അതില് ഇത് ഞങ്ങളുടെ നാടാണെന്ന് എഴുതിയിട്ടുണ്ടാവും. ഇന്നേരം നമ്മുടെ ക്യാപ്റ്റൻ ഒരു മൂലക്ക് നിന്ന് ജനറലിനോട് ചിയേഴ്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. ഇപ്പൊ ജനറലിന് മനസ്സിലാവാണ് പണി പാളി എന്നുള്ള കാര്യം. അപ്പൊ തന്നെ ആ ഒരു വീട് മുഴുവൻ പൊട്ടിച്ചാമ്പലാവുകയാണ്. പിറ്റേ ദിവസം ആ ഒരു പോലീസുകാരൻ നമ്മുടെ വൂജിന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറയാണ്. ഇതേ സമയം നമ്മുടെ ക്യാപ്റ്റൻ ആണെങ്കിൽ തുടക്കത്തിൽ വൂജിന് മുമ്പുണ്ടായിരുന്ന ആ ഒരു ലീഡർ ഒരു പണക്കാരന്റെ അടുത്ത് ശില്പം വിൽക്കാനായിട്ട് വന്നപ്പോ അയാൾ ഒറ്റിക്കൊടുത്തായിരുന്നല്ലോ. അയാളുടെ വീട്ടിലേക്ക് വന്നിട്ട് അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലാണ്. അതിനുശേഷം കൊറിയയുടെ ആ ഒരു ബെഡാ തലവനുണ്ടല്ലോ, പുള്ളിയുടെ ഒരാളെ മീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് ഈ ക്യാപ്റ്റന് തുടക്കത്തിലേക്ക് കൊടുത്ത ആ ഒരു ചെയിനും ഒപ്പം ഒരു ബോക്സും കൊടുത്തിട്ട് അദ്ദേഹത്തിനെ ഒരിക്കൽ കൂടെ മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ക്യാപ്റ്റൻ അവിടുന്ന് പോവാണ്. അടുത്ത സീനിൽ ആ പുള്ളിക്കാരൻ ഒരു സൈക്കിളില് ക്യാപ്റ്റൻ കൊടുത്ത ആ ഒരു ബോക്സ് ആയിട്ട് ജപ്പാന്റെ ആ ഒരു വലിയ മിലിറ്ററി ബേസ് ഉണ്ട് അവിടേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ക്യാപ്റ്റന്റെയും ആ ഒരു കൊറിയയുടെ ബെഡാ തലവന്റെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാല് ജപ്പാന്റെ ആ ഒരു മിലിറ്ററി ബേസ് അത് പൊട്ടിക്കാന്നുള്ളതാണ്. ക്യാപ്റ്റൻ കൊടുത്തയച്ച ആ ഒരു ബോക്സ് എന്താന്ന് വെച്ചാല് അതൊരു വലിയ ബോംബാണ്. അങ്ങനെ ആ ഒരു ജപ്പാന്റെ ബേസ് പൊട്ടിത്തെറിക്കുന്ന സമയത്ത് ഇവിടെ ജയിലില് വൂജിൻ ചിരിക്കുന്ന കാണിക്കാണ്. അവൻ കിടക്കുന്ന ആ ഒരു സെല്ലിന്റെ ചുമരില് കൊറിയയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയ പോരാളി കിടന്ന സ്ഥലമാണെന്ന് എഴുതി വെച്ചേക്കുന്ന കാണിച്ചിട്ട് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അങ്ങനെ അവസാനം ക്യാപ്റ്റൻ ജുങ് ആണ് ജപ്പാനെ അടപടലം തീർത്തളഞ്ഞത്. അതോടുകൂടെ കൊറിയ സ്വതന്ത്രമായി എന്ന് കാണിച്ച് സിനിമ അവസാനിപ്പിച്ചേക്കാണ്. ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക്
ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്തൊരു സിനിമയായിട്ട് ഞാൻ വരുന്നവരേക്കും അന്നാര സോമാനാര.